നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂത്തുപറമ്പ് വെടിവയ്പ് സംഭവത്തിൽ മുഖ്യ ഉത്തരവാദികൾ അന്നത്തെ ഡിവൈഎസ്പി ഹക്കീം ബത്തേരിയും ഡെപ്യൂട്ടി കളക്ടർ ടി ആന്റണിയുമാണെന്ന് സിപിഎം സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ. പുതിയ ഡിജിപിയും സംഭവകാലത്തെ എഎസ്പിയുമായ റവാഡ ചന്ദ്രശേഖരന് യാതൊരു പങ്കുമില്ലെന്നും എം വി ജയരാജൻ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം സർക്കാരും ആരോഗ്യവകുപ്പും തികഞ്ഞ പരാജയമാണെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ. കെട്ടിടം പൊളിഞ്ഞതിൽ മന്ത്രിമാരുടെ ന്യായീകരണം വിലപ്പോവില്ലെന്നും സണ്ണി ജോസഫ്. കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാധ്യമപ്രവർത്തകർ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്ന് മാഹി എംഎൽഎ രമേശ് പറമ്പത്ത്. ഒരു വാർത്ത നൽകിയാൽ പിറകെ മറുപക്ഷത്തിന്റെ നിലപാടും നൽകാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാവണമെന്നും രമേശ് പറമ്പത്ത് എംഎൽഎ. വാർത്തകൾ വിശദമായി. കൂത്തുപറമ്പ് വെടിവയ്പ് സംഭവത്തിൽ മുഖ്യ ഉത്തരവാദികൾ അന്നത്തെ ഡിവൈഎസ്പി ഹക്കീം ബത്തേരിയും ഡെപ്യൂട്ടി കളക്ടർ ടി ആന്റണിയുമാണെന്ന് സിപിഎം സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ. പുതിയ ഡിജിപിയും സംഭവകാലത്ത് എഎസ്പിയുമായ റവാഡ ചന്ദ്രശേഖരന് യാതൊരു പങ്കുമില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം വെടിവയ്പിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജയരാജൻ കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. വിവാദമാക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. സാധാരണഗതിയിലുള്ള നിയമ നടപടിക്രമങ്ങൾ മാത്രമാണ് പുതിയ ഡിജിപി നിയമനത്തിലും പാലിച്ചിട്ടുള്ളത്. 2021 മുതൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച മാർഗരേഖ കൂടി നിയമന മാനദണ്ഡമായിട്ട് മാറി. അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള കാര്യം, സംസ്ഥാന സർക്കാർ യോഗ്യരും കഴിവും പ്രാപ്തിയും സീനിയോറിറ്റിയുമുള്ള പോലീസ് വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പാനൽ തയ്യാറാക്കി കേന്ദ്രത്തിലേക്ക് അയക്കുക. കേന്ദ്ര സർക്കാർ യൂണിയൻ PSC വഴി സ്ക്രൂട്ടിനി നടത്തി ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് മുൻപ് റവാഡ ചന്ദ്രശേഖർ മന്ത്രിയുമായി സംസാരിച്ചിരുന്നില്ല, ഗൂഢാലോചനയിലോ മറ്റോ പങ്കെടുത്തിരുന്നില്ലെന്നും ജയരാജൻ പറഞ്ഞു. സുപ്രീം കോടതി മാർഗനിർദ്ദേശപ്രകാരമുള്ള നടപടിക്രമത്തിലാണ് പുതിയ DGPയെ നിയമിച്ചത്. കൂത്തുപറമ്പ് വെടിവയ്പ് സമയത്ത് SP ആയിരുന്ന പത്മകുമാറും DGPയായാണ് വിരമിച്ചതെന്നും ജയരാജൻ പറഞ്ഞു. കൂത്തുപറമ്പ് കേസിലെ പ്രതിയായ ഒരാളാണ് K പത്മകുമാർ. അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള DGPയായി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും DGP കേഡറായി പ്രമോഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം DGPയായി റിട്ടയർ ചെയ്തത്. നേരത്തെ TP സെൻകുമാർ, അദ്ദേഹമാണെങ്കിൽ MG കോളേജിൽ കയറി പോലീസ് അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കഴുത്തിന് പിടിച്ച് മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. വിവാദ പുരുഷനായിരുന്നു. പിന്നീട് അദ്ദേഹം കണ്ടെത്തിയ ലാവണം സംഘപരിവാറിന്റെ കൂടെയാണ്. ആ സെൻകുമാറിനെ DGP ആക്കിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം സർക്കാരും ആരോഗ്യവകുപ്പും തികഞ്ഞ പരാജയമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കെട്ടിടം പൊളിഞ്ഞതിൽ മന്ത്രിമാരുടെ ന്യായീകരണം വിലപ്പോവില്ലെന്നും അന്വേഷണം വേണമെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അത് അംഗീകരിച്ച് തിരുത്താൻ ഗവൺമെന്റ് തയ്യാറായില്ല. മുഖ്യമന്ത്രിയും ഗവൺമെന്റും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ വീണ്ടും ഇതാ കേരളത്തിൽ മറ്റൊരു മെഡിക്കൽ കോളേജിൽ കോട്ടയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടം തന്നെയാണ് തകർന്നു വീണ് ആളുകൾക്ക് പരിക്ക് പറ്റിയത്. അല്ലെങ്കിൽ എങ്ങനെ പരിക്ക് പറ്റും? ആ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയും കോട്ടയം ജില്ലക്കാരനായ മന്ത്രി വാസവനും അതിനെ ന്യായീകരിക്കാനും അതിനെ തേച്ചുമാച്ച് കളയാനും ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല. ജനങ്ങളുടെ മുൻപിൽ ദൃശ്യമാധ്യമങ്ങൾ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം നേരത്തെ തന്നെ നിയമസഭയിലും വിവിധ വേദികളിൽ
ജില്ലാ വികസന സമിതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജനപ്രതിനിധികൾ, മാധ്യമങ്ങളെല്ലാം ശക്തമായിട്ട് ഉയർത്തിയിട്ടുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ മേനിനടിക്കാനും അവകാശവാദങ്ങൾ ഉന്നയിക്കാനും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും മാത്രമാണ് ഗവൺമെന്റ് മുൻഗണന നൽകിയത്. കെട്ടിടം പൊളിഞ്ഞതിൽ മന്ത്രിമാരുടെ ന്യായീകരണം വിലപ്പോവില്ലെന്നും അന്വേഷണം വേണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഭീഷണിപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധിയിൽ കോൺഗ്രസ് കൂടുതൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും സണ്ണി ജോസഫ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അപാകതകളും പോരായ്മകളും സമ്മതിച്ച് തിരുത്തൽ വരുത്താനും ഗവൺമെന്റ് തയ്യാറാകണം. ഇതിനെ പ്രതിഷേധിക്കുന്ന ഗവൺമെന്റിന്റെ ഈ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 1ാം റൗണ്ടിൽ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ, സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ ശക്തമായ ജനകീയ സമരം നടത്തി. ഇനി ഇന്നലത്തെ KPCC യോഗത്തിന്റെ തീരുമാനപ്രകാരം ജില്ലാ ആശുപത്രികളിലേക്കും താലൂക്ക് ആശുപത്രികളിലേക്കും ഈ സമരം വ്യാപിപ്പിക്കുകയാണ്. കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂർ ജില്ലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളോടുള്ള കേരള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയാണ് മാർച്ച് നടത്തിയത്. മാധ്യമപ്രവർത്തകർ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്നും ഒരു വാർത്ത നൽകിയാൽ പിറകെ മറുപക്ഷത്തിന്റെ നിലപാടും നൽകാൻ തയ്യാറാവണമെന്നും രമേശ് പറമ്പത്ത് MLA. തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും സംഘടിപ്പിച്ച വായനാ പക്ഷാചരണവും അനുബന്ധ പരിപാടികളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോഴും ഒരു കാര്യം, ഉദാഹരണത്തിന് മാഹിയിൽ ചെറിയൊരു വിഷയം, അധ്യാപകരില്ല, സ്കൂൾ ഒഴിഞ്ഞു കിടക്കുന്നു. വാർത്ത കണ്ടിട്ടുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? 5ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും CBSE പുസ്തകം ഇന്ത്യ രാജ്യത്ത് അച്ചടിച്ച് വിതരണം ചെയ്തിട്ടില്ല. പിന്നെ മാഹിയിൽ എങ്ങനെ കിട്ടും? അപ്പോ പത്രധർമ്മം എന്ന് പറയുമ്പോൾ അതിന്റെ വാസ്തവം, അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ, അതിന്റെ കലക്ടർ അല്ലെങ്കിൽ CEO അല്ലെങ്കിൽ ജനപ്രതിനിധിയോട് ചോദിക്കണം എന്താണ് സംഭവം. അപ്പൊ ഈ വാർത്ത കൊടുക്കാം, വാർത്തയുടെ അടിയിൽ ഈ വാർത്തയും കൊടുക്കണം. പുസ്തകം ഇന്ത്യയിൽ എവിടെയും 5ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും അച്ചടിച്ച് വിതരണമായിട്ടില്ല. അത് കാരണം എന്ത്? മാഹിയിലും പുസ്തകമില്ല. അധ്യാപക ക്ഷാമം, അതിനടിയിൽ അടുത്ത ആഴ്ച അധ്യാപകരെ തിരഞ്ഞെടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് MLA പറയുന്നതാണ്, അല്ലെങ്കിൽ കലക്ടർ പറയുന്നതാണ്. അങ്ങനെ കൊടുക്കാനുള്ള ഒരു മനസ്സ് പത്രപ്രവർത്തകർക്ക് ഉണ്ടാവണം എന്നാണ്. എനിക്കിപ്പോ ഞാൻ പോകുന്ന വഴികളിലെല്ലാം എന്നെ കുറ്റപ്പെടുത്തുകയാണ്. വാർത്ത വന്നു, അതിന്റെ നെക്സ്റ്റ് ബെഞ്ച് വാർത്തയില്ല, എന്താ പറയുക, ഡെസ്ക്. അത് അടുത്ത ഡെസ്കിലേക്ക് അതിന്റെ വാർത്തയുടെ മറുപക്ഷം വരേണ്ടതാണ്. ആ വാർത്ത വന്നില്ല എന്ന് പറയുമ്പോൾ ജനപ്രതിനിധിയായാലും ഏതൊരാളായാലും ഏത് മേഖലയിലായാലും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നിജസ്ഥിതി അറിഞ്ഞുകൊണ്ട് അതിന്റെ മറുപക്ഷവും നിങ്ങൾ
വിനയത്തോടുകൂടി ജനങ്ങളെ അറിയിക്കാനുള്ള വലിയ ഒരു കരുത്തുറ്റ ഉത്തരവാദിത്വം നിങ്ങളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അറിവ് രൂപപ്പെടുന്നത് വായനയിലൂടെയാണ്. എന്നാൽ ഇന്നത്തെ പുതുതലമുറയ്ക്ക് ഏതുതരം പുസ്തകങ്ങൾ വായിക്കണമെന്ന് നിശ്ചയമില്ലാത്ത സ്ഥിതിയുണ്ട്. വായനയെയും സോഷ്യൽ മീഡിയയെയും വേറിട്ട് കാണണമെന്നും MLA പറഞ്ഞു. ഒരു വായന വാസ്തവത്തിൽ ഏത് പുസ്തകം വായിക്കണം, വിദ്യാർത്ഥികൾ എങ്ങനെ തുടങ്ങണം, കേരളത്തിലെ ഇന്നത്തെ സമകാലീന എഴുത്തുകാരിൽ ആരാണ്, ഏത് പുസ്തകമാണ് വിദ്യാർത്ഥികൾ വായിക്കേണ്ടത് എന്നൊരു ഐഡിയ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥി ലോകത്തില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഞാൻ ഇത് വായിക്കണം, ഞാൻ ചരിത്രം വായിക്കണമോ, അല്ലെങ്കിൽ ബയോഗ്രഫി വായിക്കണോ, അല്ലെങ്കിൽ നോവൽ വായിക്കണോ, അല്ലെങ്കിൽ ദേശത്തിനെ കുറിച്ച് വായിക്കണോ എന്നതിനെ കുറിച്ചൊരു ഐഡിയ ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ പലരും എന്നോട് ചോദിച്ചാൽ സർ ഏത് ബുക്കാണ് വായിക്കേണ്ടത് എന്ന്. അപ്പോൾ പഴയ കാലങ്ങളിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ എഴുത്തുകാരിൽ നമ്മെ വിട്ടുപോയുള്ള പ്രമുഖന്മാരായിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക, അവരുടെ ഏതൊക്കെ പുസ്തകങ്ങൾ നമ്മൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധ്യമാകും, അങ്ങനെ പുതിയ എഴുത്തുകാരായിട്ടുള്ള ആളുകളുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്ത് ഒരു പുസ്തകം കൊടുത്ത് അതിനെക്കുറിച്ചുള്ള ക്യൂസ് പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു വിഭാഗത്തിനെ നമുക്ക് വായനാ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധ്യമാവുകയുള്ളൂ. പലപ്പോഴും പല ചെറിയ കുട്ടികളോട് ചോദിക്കാറുണ്ട് ഏത് പുസ്തകമാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാർ ആരാണ് പ്രമുഖരായിട്ടുള്ള നോവലിസ്റ്റുകൾ എന്നതിനെ കുറിച്ചൊരു ഐഡിയ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ പൊതു വായനക്കാർക്കോ ഇല്ല എന്നുള്ളതാണ്. പ്രസ് ഫോറം ലൈബ്രറി പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷനായി. ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ പൗത്രൻ മൊകേരി, അഡ്വക്കേറ്റ് വി പ്രദീപൻ, നഗരമധ്യത്തിൽ നടക്കുമായിരുന്ന വാഹനാപകടം ഒഴിവാക്കാൻ സാഹസിക ഇടപെടൽ നടത്തിയ മാധ്യമപ്രവർത്തകൻ രാഹുൽ ചന്ദ്രൻ എന്നിവരെ MLA ആദരിച്ചു. മാധ്യമപ്രവർത്തകരിലെ മികച്ച വായനക്കാരനെ തെരഞ്ഞെടുക്കുന്നതിനായി തലശ്ശേരി പ്രസ് ഫോറം EK നായനാർ സ്മാരക ലൈബ്രറി നടത്തിയ മത്സരത്തിൽ മികച്ച വായനക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകൻ KP ഷീജിത്തിന് ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് T അനിൽ IV ദാസ് പുരസ്കാരം നൽകി. പ്ലാസ്റ്റിക്കിനെതിരെ ബദലൊരുക്കാം എന്ന സന്ദേശത്തിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ തുണിസഞ്ചിയും കുടയും ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ വിതരണം ചെയ്തു. പരിപാടിയിൽ പവിത്രൻ മൊകേരി, PN പണിക്കർ അനുസ്മരണം നടത്തി. അദമ്യമായ ആഗ്രഹത്തെ സഫലീകൃതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം PN പണിക്കർ ചെയ്യുന്നുണ്ട്. തന്റെ കൂടെ ഉണ്ടായിട്ട് കളിച്ചു നടന്ന കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാൻ അവകാശമില്ല എന്നുള്ളത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ഹൃദയഭേദകമായ ഒരു വേദനയായിട്ട് മാറുകയാണ് ചെയ്തത്. 1925 ആകുമ്പോഴേക്കും അദ്ദേഹം അധ്യാപകനാകുന്നുണ്ട്. അധ്യാപക വൃത്തിക്ക് ഒപ്പം തന്നെ സമൂഹത്തെ സേവിക്കാനുള്ള സന്നദ്ധതയും അദ്ദേഹം കാണിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം നിർവഹിച്ചത് അറിവില്ലാത്ത അക്ഷരജ്ഞാനം സിദ്ധിക്കാൻ കഴിയാതെ പോയ ആളുകളെ അക്ഷരത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമാണ്. P ദിനേശൻ, അനീഷ് പദ്രിയാട്, അഡ്വക്കേറ്റ് വി പ്രദീപൻ, ശ്രീജിത്ത് ചോയൻ, T അനിൽ, പാലയാട് രവി, KP ഷീജിത്ത്, രാഹുൽ ചന്ദ്രൻ, KP ഷോമിത് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളെ വോട്ടിംഗ് പ്രക്രിയ പരിചയപ്പെടുത്താനും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന പുതിയ വോട്ടർമാർക്ക് ആശയക്കുഴപ്പമില്ലാതെ വോട്ട് രേഖപ്പെടുത്താനും ജില്ലയിൽ രൂപകൽപ്പന ചെയ്ത വോട്ടർ ബോധവൽക്കരണ ഗെയിം ലെറ്റ്സ് വോട്ട് പുറത്തിറക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ലെറ്റ്സ് വോട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗവുമായി സഹകരിച്ചാണ് വെർച്വൽ ഇലക്ഷൻ ഗെയിം തയ്യാറാക്കിയത്. സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ ഗെയിം 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനാകും. ഇലക്ഷൻ നടപടിക്രമങ്ങളിലേക്ക് യുവതലമുറയെ ആകർഷിക്കുന്നതിന് ഇത്തരം ഗെയിമുകൾ സഹായിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ ഗെയിം 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനാകും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനായി. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് കളക്ടർ എഹ്തദ മുഫസിർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KK ബിന്നി, EROമാരായ ഡെപ്യൂട്ടി കളക്ടർ LAK അനീഷ്, RR ഡെപ്യൂട്ടി കളക്ടർ PG മിനിമോൾ, ജില്ലാ നിയമ ഓഫീസർ A രാജ്, HSK നിസാർ, ഹയർ സെക്കൻഡറി RDD ബിയാട്രസ് മറിയ,
തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എബി ഡേവിഡ് എന്നിവർ സംസാരിച്ചു. Graciously to launch the app, so I am very thankful for the support I have received from CEO office. ഇതൊരു ഫസ്റ്റ് ഇന്നിങ്സ് ആണ്. അടുത്ത ഇന്നിങ്സിലേക്ക് പോകാൻ ആവശ്യമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എല്ലാ ELCSലെ എല്ലാ സ്കൂൾ കോളേജിലാണ് ഇതിൻ്റെ അവയർനെസ് കൊടുക്കാൻ ആവശ്യമാണ്. പിന്നെ അവിടുത്തെ കിട്ടാൻ ഫീഡ്ബാക്കിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ആയിട്ടുള്ള ഈ ആപ്പ് വീണ്ടും അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതാണ് ഇപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ വേണ്ടിയാണ്. സ്വയം തൊഴിൽ സംരംഭകരെ പരമാവധി ലക്ഷ്യമിട്ട് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ജനശ്രദ്ധ ആകർഷിക്കുന്നു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സംരംഭമായി മൊഘേരിയിൽ മാതൃകാ ബേക്കറി സ്വീറ്റ്സ് ആൻഡ് കാറ്ററിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതികളുടെ ഭാഗമായി 70ഓളം സംരംഭങ്ങളാണ് പ്രതിവർഷം പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയെടുത്ത് ആരംഭിച്ചത്. നിരവധി പേർക്കാണ് ഇത്തരം സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ ജോലി ലഭിച്ചത്. മാതൃകാ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ മൊഗേരിയിൽ ആരംഭിച്ച മാതൃകാ ബേക്കറി സ്വീറ്റ്സ് ആൻഡ് കാറ്ററിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ നിർവഹിച്ചു. സഹകരണത്തോടുകൂടി ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. നമുക്കറിയാം, നേരത്തെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് കേരളത്തിലെ തൊഴിലില്ലാത്ത ആളുകൾക്ക് പരമാവധി തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ആ ഒരു ദൗത്യമാണ് പാനൂർ ബ്ലോക്ക് പഞ്ചായത്തും ഏറ്റെടുത്തിട്ടുള്ളത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിവർഷം 70ഓളം വരുന്ന സംരംഭങ്ങൾ അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് പ്രകാരം ആയിട്ടും നൽകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. 100-150ഓളം വരുന്ന ആളുകൾക്ക് ഓരോ വർഷവും തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ചാരിതാർത്ഥ്യം കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സംരംഭകരായിട്ട് വരുന്ന ആളുകൾക്ക് അവർക്ക് ഇച്ഛാബോധം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ബ്ലോക്ക് ഓഫീസിൻ്റെ IOയുടെ ഇൻഡസ്ട്രിയൽ ഓഫീസറുടെ ആഭിമുഖ്യത്തിലുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹിക്കപ്പെടുന്നതാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമേശൻ കണ്ടോത്ത് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് TT റംല, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N പ്രസീത എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി P ജിജേഷ് സ്വാഗതവും K പ്രിയേഷ് നന്ദിയും പറഞ്ഞു. 2.5 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിക്കായി വകയിരുത്തിയത്. സംഘത്തിന് കീഴിൽ കാറ്ററിംഗ് യൂണിറ്റ് ഉടൻ ആരംഭിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom ഫിനാൻസ്, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ്. ന്യൂലി ആഡഡ് കോഴ്സസ്: BCA, BCom ലോജിസ്റ്റിക്സ്. ആഡ് ഓൺ കോഴ്സസ്:
ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നിലപാടിനെതിരെ LGML തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സഭ സംഘടിപ്പിച്ചു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സഭ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ട്രഷറർ കാട്ടൂർ മഹമ്മൂദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ സഭ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ട്രഷറർ കാട്ടൂർ മഹമ്മൂദ് ഉദ്ഘാടനം ചെയ്തു. പുതിയ
ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് പ്രവൃത്തിവാദത്തിലേക്ക് കൊണ്ടുവരും. 8 മാസം മുതൽ അത് ഇംപ്ലിമെന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും ജനങ്ങൾ നെട്ടോട്ട് ഓടുകയാണ്. അതിന് മുന്നൊരുക്കമില്ലാതെ, അതിനുവേണ്ട പരിശീലനം നടത്താതെ ഒരു സംവിധാനം ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനു മുമ്പും ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഈ പ്രദേശ സംസ്ഥാനങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വളരെ നേരത്തെ ആസൂത്രിതമായി ജീവനക്കാർക്ക് പരിശീലനം നൽകി, തുടർന്ന് പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകി, അതിനപ്പുറം പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കി അങ്ങനെയൊക്കെയാണ് പദ്ധതികൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ കേരളത്തിൽ വന്നപ്പോ അവരുടെ ജോലിയിലൂടെ പോയി സ്വന്തമായി ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനുള്ളൊരു സംവിധാനം, അതിനുള്ളൊരു അവബോധം പൊതുജനങ്ങൾക്ക് നൽകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. അവിടെ മാത്രമല്ല, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പോലും കൃത്യമായി എന്ത് ചെയ്യണം എന്നറിയാതെ നെട്ടോട്ടം കൊടുക്കുകയാണ്. പിന്നെ നമ്മൾക്ക് അവലംബിക്കാനുള്ള അക്ഷയ കേന്ദ്രങ്ങളാണ്. അക്ഷയ കേന്ദ്രം നോക്കിയാൽ നേരത്തെ ഫ്രണ്ട് ഓഫീസ് വഴി നമുക്ക് സൗജന്യമായി ലഭ്യമായിരുന്ന സേവനങ്ങളാണ് ഇന്ന് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സംവിധാനങ്ങളിലും പണമടച്ച് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം സംജാതമായിട്ടുള്ളത്. കെ സ്മാർട്ട് പ്രതിസന്ധി, PMAY ഭവന പദ്ധതി അട്ടിമറി, ജീവനക്കാരില്ലാത്ത ഓഫീസുകൾ, വാർഡ് വിഭജന പ്രക്രിയ അട്ടിമറി എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന LDF സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സംഘടനയായ LGML ആണ് തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ സഭ സംഘടിപ്പിച്ചത്. LGML ജില്ലാ ട്രഷറർ കോയമ്പ്രത്ത് ഇസ്മായിൽ മാസ്റ്റർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കേൽ, മുൻ പ്രസിഡന്റ് VK തങ്കമണി, ഷമീന കുഞ്ഞിപ്പറമ്പത്ത്, ഹാജറ യൂസഫ്, CK സുലൈഖ, നാസർ പുത്തലത്ത് എന്നിവർ സംസാരിച്ചു. അഷ്റഫ് കുളത്തിങ്ങര, AP ഇസ്മയിൽ, വയലോരം അബ്ദുള്ള, നിസാർ നാറോളിൽ, MB അലി, T യൂസഫ്, ഹാജറ മൂത്തോന, AC ജരീദ, CP ഫൗസിയ എന്നിവർ പങ്കെടുത്തു. നല്ലൂർ ഇസ്മയിൽ മാസ്റ്റർ സ്വാഗതവും നസീമ ചാമാളിയിൽ നന്ദിയും പറഞ്ഞു. പാനൂർ KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 1992 അധ്യയന വർഷം SSLC പഠനം പൂർത്തിയാക്കിയവരുടെ കൂട്ടായ്മയായ മമത 92 ബാച്ചിന്റെ നേതൃത്വത്തിൽ ജൂലൈ 6 രാവിലെ 10:30 ആദര സമ്മേളനം സംഘടിപ്പിക്കുന്നു. ചടങ്ങിൽ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ പാനൂർ KKVM PRM ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 6 രാവിലെ 10:30 പാനൂർ നഗരസഭാ കൗൺസിലർ PK പ്രവീൺ ഉദ്ഘാടനം ചെയ്യും. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ഇരു വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളെ ആദരിക്കും. PK സലീം ചെമ്പാട് അധ്യക്ഷത വഹിക്കും. ധന്യ S രാജേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. KK സുധീർ കുമാർ, ജിതേഷ് പാനൂർ, KP യൂസഫ്, സൂരജ് തിർമാലയം, PK ഷാഹുൽ ഹമീദ്, റയീസ് അഹമ്മദ്, K രമേശൻ മാസ്റ്റർ, KK ധനഞ്ജയൻ, ഫിറോസ് എന്നിവർ സംസാരിക്കും. പാനൂർ KKVM HSS 1992 10th ഗ്രൂപ്പ് ബാച്ച് ഇപ്രാവശ്യത്തെ മുഴുവൻ A+ കിട്ടിയ കുട്ടികൾക്കുള്ള ആദരിക്കൽ ചടങ്ങും അതേപോലെ തന്നെ നമ്മുടെ ക്യാഷ് അവാർഡ് വിതരണമാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞായറാഴ്ച ജൂലൈ 6 10:30 പാനൂർ ഹയർ സെക്കൻഡറിയിൽ നടക്കുന്ന പരിപാടിയിൽ മുഴുവൻ A+ കിട്ടിയ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും കുടുംബസമയം നമ്മൾ പാനൂർ ഹൈസ്കൂളിലേക്ക് ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ മറ്റ് അനുബന്ധ പരിപാടികളും നമ്മുടെ ഗ്രൂപ്പിൻ്റെ 1992 നമ്മൾ KKVHS പിരിയുമ്പോൾ നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ഒത്തുകൂടൽ ചടങ്ങ് കൂടിയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 33 വർഷം മുമ്പ് നമ്മളോട് വിട പറഞ്ഞു പോയ മറ്റ് സുഹൃത്തുക്കളും ഒന്ന് കാണാൻ കൂടിയുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. മാധ്യമ രംഗത്ത് 1/4 നൂറ്റാണ്ട് പിന്നിട്ട സഹപാഠി മീഡിയ മലബാർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KP ഷീജിത്തിനെ ചടങ്ങിൽ ആദരിക്കും. അതിനുശേഷം നമ്മളൊരു കൂട്ടായ്മ നമ്മളൊരു ഒത്തുചേരൽ ഗെറ്റുമുതൽ വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രദേശത്ത് കുറച്ച് ആളുകളൊക്കെ എബ്രോഡാണ് ഉള്ളത്, അവിടെ വരാനുണ്ട്. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ വിപുലമായ രീതിയിലുള്ള ഒരു ഗെറ്റുമുതലും കൂടി ഉണ്ടാവും. മാത്രമല്ല ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും കൂടി ചെയ്യാനുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള പല കുട്ടികളും പല സ്ഥലങ്ങളിലും ഇന്ന് വലിയ ആളുകളും പല രീതിയിൽ ബിസിനസ്സിനൊക്കെ പല നിലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എന്തെങ്കിലും സമൂഹത്തിന് തിരിച്ച് ചെയ്യണം. അപ്പോൾ മുമ്പേ ഉണ്ടായിരുന്ന നമ്മൾ ആ ഒരു സ്കൂളിലും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത്. അപ്പോൾ
അത്തരം ചില സാമൂഹിക പ്രവർത്തനങ്ങളും ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ചെയ്യാൻ. വാർത്താ സമ്മേളനത്തിൽ ജിതേഷ് പാനൂർ, സൂരജ് ധർമാലയം, പി കെ സലീം, റഹീസ് അഹമ്മദ്, പി ഫിറോസ്, ഷാജി പുത്തൂർ എന്നിവർ സംബന്ധിച്ചു. ജൂലൈ 9 നടക്കുന്ന പൊതു പണിമുടക്കിന്റെ ഭാഗമായി പാനൂർ ഏരിയ സംയുക്ത ട്രേഡ് യൂണിയൻ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി. പ്രചരണ ജാഥ മീത്തിലെ ചമ്പാട് വെച്ച് HMS നേതാവ് രവീന്ദ്രൻ കുന്നോത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, പ്രചരണ ജാഥ മീത്തല ചമ്പാട് വെച്ച് HMS നേതാവ് രവീന്ദ്രൻ കുന്നോത്ത് ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി KP രാജൻ ലീഡറും AITC നേതാവ് KK ബാലൻ ഉപലീഡറും CITU ഏരിയ പ്രസിഡന്റ് E വിജയൻ മാസ്റ്റർ ജാഥ മാനേജറുമാണ്. ജാഥയ്ക്ക് താഴെച്ചമ്പാട്, തെക്കേമനേക്കര, പന്നന്നൂർ, നെടുമ്പ്രം, വയലിൽപീടിക, ചോക്ലേറ്റ് ടൗൺ, കവിയൂർ, പള്ളിക്കുനി, കാഞ്ഞിരത്തിന് കീഴിൽ, മേക്കുന്ന്, പുതുശ്ശേരിമുക്ക്, പെരിങ്ങത്തൂർ, മുക്കിൽപീടിക, കടവത്തൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. ജാഥയിൽ KK സുധീർ കുമാർ, N അനൂപ്, ശ്രീനിവാസൻ, മോഹനൻ, രവീന്ദ്രൻ, സന്തോഷ് പാനൂർ എന്നിവർ സംസാരിച്ചു. പാനൂർ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉപജില്ലാ പ്രവർത്തന ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നടന്നു. വിളക്കോട്ടൂർ UP സ്കൂളിലാണ് പരിപാടി നടന്നത്. വിദ്യാരംഗം കലാസാഹിത്യവേദി പാനൂരിന്റെ പ്രവർത്തനോദ്ഘാടനവും കഥ പെയ്യുന്ന സ്കൂൾ വരാന്തകൾ എന്ന അധ്യാപകരുടെ കഥാസമാഹാരത്തിന്റെ പ്രകാശന കർമ്മവും വിളക്കോട്ടൂർ UP സ്കൂളിലാണ് നടന്നത്. പ്രശസ്ത കഥാകൃത്ത് TP വേണുഗോപാലൻ സംഗീത സംവിധായകൻ AM ദിലീപ് കുമാറിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനവും TP വേണുഗോപാലൻ നിർവഹിച്ചു. അദ്ദേഹത്തിന് തോന്നി ഈ തോക്കുകൾ കൊണ്ട് സംഗീതോപകരണങ്ങൾ നിർമ്മിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ തോക്കുകളെല്ലാം വാങ്ങുകയും അതിന്റെ കുഴലുകൾ അഴിച്ചെടുക്കുകയും അതുകൊണ്ട് അതിമനോഹരമായ സംഗീതോപകരണങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അതാണ് പിൽക്കാലത്ത് നെൽക്കരങ്ക് എന്ന പേരിൽ അറിയപ്പെട്ട വളരെ പ്രശസ്തമായ സംഗീതോപകരണം. ഞാൻ ഇവിടെ ഇത് പറയാൻ കാരണം, സംഗീതം വന്നത് തോക്കിൽ നിന്ന്, അതായത് വെറുപ്പിന്റെയും ശത്രുതയുടെയും വെടിയുണ്ടകൾ ചീറിപ്പായുന്ന തോക്കിൽ നിന്ന് നന്മയുടെയും സാന്ത്വനത്തിന്റെയും സംഗീതം ഉണ്ടാക്കാൻ സാധിക്കും എന്നത് നമ്മുടെ പൂർവികർ തെളിയിച്ചിട്ടുണ്ട്. അതാണ് സംഗീതത്തിന്റെ എല്ലാ കലയുടെയും മഹത്വം. അതുകൊണ്ടാണ് നിങ്ങൾ വിദ്യാരംഗത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ കേവലം സ്കൂളിലെ പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കും, സംശയമൊന്നുമില്ല. നല്ല ജോലി ലഭിക്കും, സംശയമൊന്നുമില്ല. ഏറ്റവും നല്ല രീതിയിൽ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുതന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. പക്ഷെ അതിനപ്പുറം ചില ലക്ഷ്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിനുണ്ട്. അത് അധ്യാപകർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അധ്യാപകരാണ് കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, വീട് കഴിഞ്ഞാൽ, രക്ഷിതാക്കൾ കഴിഞ്ഞാൽ അധ്യാപകരാണ് കുട്ടികളെ നിരന്തരം കാണുകയും അവരോട് ഇടപെടുകയും ചെയ്യുന്നത്. പാനൂർ AEO ബൈജു കേളോത്ത് അധ്യക്ഷനായി. അധ്യാപകർ ഈ കഥ എഴുതിയപ്പോ കഥയുടെ പണിപ്പുര എന്നൊക്കെ പേരിൽ ഒരു ശില്പശാലയൊക്കെ നടത്തി. പിന്നീട് കഥയുടെ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞ കുട്ടികൾ അതിന് ചിത്രം വരച്ചു അല്ലെ. പിന്നീട് സുനില മാസ്റ്ററും അനിത ടീച്ചറും അരുൺ മാഷും അതുപോലെയുള്ള വിദ്യാരംഗത്തിന്റെ അധ്യാപകരൊക്കെ കൂടി അതൊരു പുസ്തകമാക്കി മാറ്റി. എന്തിനാ പുസ്തകമാക്കിയ? അത് നിങ്ങൾക്കുള്ള ഒരു സമ്മാനമാണ്. ആ പുസ്തകം നിങ്ങൾ വായിക്കണം. അധ്യാപകരാണ് ഏറ്റവും നല്ലോണം കഥകൾ പറഞ്ഞിരുന്നത്. ആണോ? ആരാ കഥകൾ നല്ലോണം പറഞ്ഞിരുന്നത്? സാഹിത്യകാരൻ രാജു കാട്ടുപുനം പുസ്തക പരിചയം നടത്തി. ഉപജില്ലാ കോർഡിനേറ്റർ KM സുനിലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡംഗം VP മനോജ്, പാനൂർ BPC K സിമ്മി, സംഗീത സംവിധായകൻ AM ദിലീപ് കുമാർ, HM ഫോറം സെക്രട്ടറി CK ബിജേഷ്, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി RK രാജേഷ് കുമാർ, വിദ്യാരംഗം കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ അരുൺജിത് പഴശ്ശി, മുൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സുന്ദരേശൻ തളത്തിൽ, കഥാസമാഹാരത്തിന്റെ ചീഫ് എഡിറ്റർ MT അനിത, സബ് എഡിറ്റർ KT ശ്രീവത്സൻ, സ്കൂൾ മാനേജർ M മുരളീധരൻ, വിദ്യാരംഗം ജില്ലാ കമ്മിറ്റി അംഗം T അരുൺകുമാർ, PTA പ്രസിഡന്റ് KK പ്രകാശൻ, മദർ PTA പ്രസിഡന്റ് KP അശ്വതി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ TK നജീബ് സ്വാഗതവും സ്കൂൾ കോർഡിനേറ്റർ T ലിൻസി നന്ദിയും പറഞ്ഞു. വിദ്യാരംഗം ഉപജില്ലാ കമ്മിറ്റിയുടെ സ്വാഗത സംഗീത ശില്പവും അരങ്ങേറി. Baba
ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ ഒന്നിച്ച് അണിചേരണമെന്ന് വടകര റൂറൽ ASP AP ചന്ദ്രൻ. പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂൾ മീഡിയ ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ പഠനകാലവും ആ സമയമൊക്കെ വേറെ രീതിയിലേക്കോ മോശമായ രീതിയിലേക്കോ കൂട്ടുകെട്ടിലേക്കോ പോകാതെ ഒരു പോലീസ് കേസിലൊന്നും പെടാതെ നല്ല ഒരു രീതിയിൽ അക്കാദമിക് സമയം പൂർത്തീകരിക്കുക എന്നാൽ ആ പൂർത്തീകരിക്കുക വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്കും നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്കും പോകാനുള്ള ഒരു വഴി അവിടെ ഉണ്ടായി. ഇന്ന് പല സ്കൂളുകളിലും സീനിയർ ജൂനിയർ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിൽ പല പല പ്രശ്നങ്ങളും ഞങ്ങൾ കാണുന്നു. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയ. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് ഇൻസ്റ്റഗ്രാം അതേപോലെ വാട്സപ്പ് ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയ നോക്കാത്ത കുട്ടികളുണ്ടോ എന്ന് വളരെ ചുരുക്കമാണ്. ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നവർ അവ പോലീസിന് കൈമാറണമെന്ന് വടകര ASP ആവശ്യപ്പെട്ടു. അതും സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമാണെന്നും മനുഷ്യത്വമുള്ള വിദ്യാഭ്യാസമാണ് കാലഘട്ടത്തിന് ആവശ്യമെന്നും വടകര റൂറൽ ASP AP ചന്ദ്രൻ പറഞ്ഞു. നമ്മളിൽ എപ്പോഴും ഇത് പ്രശ്നം ഇത് അഡിക്ഷനാണ്. ഈ അഡിക്ഷനിലേക്ക് പോകുമ്പോഴാണ് മദ്യം ഒരു വിഷയമായിട്ട് വരുന്നത്. പക്ഷെ അതിപ്പോൾ വളരെ റെയറാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ റെയറായിട്ടാണ് കാണുന്നത്. പക്ഷെ അതും ഈ ഡ്രഗ്സുമായിട്ട് ഒരിക്കലും കൂടിക്കലർത്തല്ല. ഡ്രഗ്സ് വേറൊരു സാധനമാണ്. പ്രത്യേകിച്ച് ഇന്ന് കാണുന്ന സിന്തറ്റിക് ഡ്രഗ്സ് കെമിക്കലാണ്. ആ കെമിക്കൽ എന്നാൽ നമ്മളൊരു പ്രത്യേക മിശ്രണങ്ങള് ചില രാസ പ്രക്രിയയിലൂടെ നമ്മൾ ഗുളികയും മറ്റേ ടാബ്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന മാതിരി ഫാർമസി രീതിയിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു സാധനമാണ്. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെയും തലച്ചോറിനെയൊക്കെ കാര്യമായി ബാധിക്കും. ഇത് ഉപയോഗിക്കുന്ന ആളുടെ ആയുസ് തീരെ കുറവായിരിക്കും. +1 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഹന്ന സക്കരിയ, CM ഫീദ ഫാത്തിമ, JP ഫാത്തിമത്തു സഹറ, റിഷ ഫാത്തിമ, സുബാബ തസ്നീം എന്നിവർക്കുള്ള ഉപഹാരവും ചടങ്ങിൽ ASP സമ്മാനിച്ചു. MIM ജനറൽ സെക്രട്ടറി TK അബ്ബാസ് ചടങ്ങിൽ അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ AK രഞ്ജിത്ത്, NV ഹാരിസ്, ഇസ്മയിൽ വാണിമേൽ, O സഫിയ, സൗദ മണിക്കോത്ത്, R രോഹൻ, MM മുഹമ്മദ്, സുബൈർ തോട്ടക്കാട്, PP മനോജ് കുമാർ, MV റഷീദ്, റൊസൈബത്ത് നിസാർ, CM ഫിദ ഫാത്തിമ, CV മിസ്ന, M മിസ്ന, ഹന്ന സക്കരിയ, VM റയാൻ, VK സിനാർ, V തൻസീഫ്, PK സൽമാൻ എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ,
ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കണ്ണൻ കെ പൊയിലൂർ രചിച്ച മണ്ണിന്റെ മക്കൾ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരത്തിന്റെ പ്രകാശനം പൊയിലൂർ ഭാഷാ പോഷിണി LP സ്കൂളിൽ നടന്നു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഷൈറീന സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പലരും വർത്തമാനകാലത്തെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് രചനകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആധുനിക കാലത്തെ നമ്മുടെ നാട്ടിൻ പുറത്തെ നന്മകളും അതുപോലെ സൗഹൃദങ്ങളും ഒക്കെ വരച്ചു കാട്ടുന്ന ഒരു രചനയാണ് നമ്മുടെ കണ്ണൂരിലെ പൊയിലൂർ മണ്ണിന്റെ മക്കൾ എന്ന ആൽബം ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സാംസ്കാരിക പാരമ്പര്യമുള്ള നമ്മുടെ പൊയിലൂരിലെ ഇത്തരം രചനകളൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും നന്മയായിട്ടുള്ളതാണ്. ഇത്തരം രചനകൾ നേരത്തെ കണ്ണേട്ടൻ ഇത്തരം രചനകളുടെ ശ്രദ്ധേയനായിട്ടുണ്ട്. നമ്മുടെ ഒക്കെ അലങ്കാരനാണ് കണ്ണേട്ടന്റെ കഴിവുകൾ നമ്മൾ അടുത്തായിട്ടാണ്. ഒരുപാട് രചനകളൊക്കെ നല്ല ഉയരങ്ങളിലെത്താൻ കണ്ണേട്ടൻ സാധിക്കട്ടെ ആശംസിക്കുന്നു. അവർക്കും ഈ രചന ദൃശ്യഭംഗിയിലും ആശയസമ്പുഷ്ടിയിലും വേറിട്ട് നിൽക്കുന്ന ഈ കവിത പൊയിലൂർ എന്ന കൊച്ചുഗ്രാമത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തെയും അവിടുത്തെ ജനങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന മതസൗഹാർദ്ദത്തെയും ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. സ്നേഹിച്ചാൽ സ്നേഹം കോരിത്തരും, കോപിച്ചാൽ ഈറ്റപ്പുലിയാകും എന്ന വരികളിലൂടെ പൊയിലൂരിലെ മനുഷ്യരുടെ നിഷ്കളങ്കതയും സ്വാഭിമാനവും കണ്ണൻ കെ പൊയിലൂർ വരച്ചുകാട്ടുന്നു. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരാൾക്ക് നല്ല മനുഷ്യനാകാൻ കഴിയില്ല എന്ന കണ്ണന്റെ കാഴ്ചപ്പാട് ഈ രചനയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. ചടങ്ങിൽ ദിനേശൻ പൊയിലൂർ അധ്യക്ഷനായി. സംവിധായകൻ അനിൽ പാനൂർ, ഭാസ്കരൻ മാസ്റ്റർ, അജി മാസ്റ്റർ, സുരേഷ് ബാബു, ശ്രീശൻ മാസ്റ്റർ, MP പവിത്രൻ, പ്രദീപ് കാഴ്ച, AC ദാമോദരൻ, മോളി ബാബു, K വാസു, മനോജ് കല്ലായി, ഭാസ്കരൻ ചാലിൽ, PV വാസു, ജ്യോതി, സുരേന്ദ്രൻ വാച്ചാലി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. കണ്ണൻ കെ പൊയിലൂർ കവിതയുടെ ആമുഖ പ്രഭാഷണം നടത്തി. ചെറിയ നാടായ പൊയിലൂർ എന്ന ഗ്രാമത്തിൽ നമ്മുടെ നാട്ടിന്റെ സ്നേഹവും ഐക്യവും ഈ കവിതയിൽ ഞാൻ കൃത്യമായി എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒത്തൊരുമയിൽ കഴിയുന്ന ഒട്ടനവധി ജാതി മതം ഭേദമെന്ന് ഈ പൊയിലൂർ നാട്ടിൽ മനോഹരമായി ജീവിക്കുന്ന സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുള്ള ജനങ്ങളെ പോലും ഈ കവിതയാണ് ഞാൻ എഴുതുന്നത്. അത് നിങ്ങളെല്ലാവരും ഈ കവിതയുടെ പങ്കെടുത്തിരുന്നത് എനിക്ക് അതിയായ സ്നേഹവും നന്ദിയും കടപ്പാടുന്നതോടെ. സലാം വീരോളിയാണ് കവിതയ്ക്ക് സംഗീതം നൽകിയത്. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ സുമേഷ് അഗിയൂർ ആലാപനം നിർവഹിച്ച ഈ വീഡിയോ സംവിധാനം ചെയ്തിരിക്കുന്നത് അനിൽ പാനൂരാണ്. കാവിൻമൂല അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും ഇതര സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ DD ഷൈനി D ഉപഹാര സമർപ്പണം നടത്തി. അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ അധ്യക്ഷനായി. OM ലീന സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്യാട്ട്,
അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK അനിൽകുമാർ, സ്കൂൾ മാനേജർ VP കിഷോർ, P മുകുന്ദൻ, MM അജിത് കുമാർ, പ്രധാന അധ്യാപകൻ TK സലീം തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ JRC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. തലശ്ശേരി IMA പ്രസിഡന്റും മുബാറക് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ നദീം ആബൂട്ടി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി IMA പ്രസിഡന്റും മുബാറക് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ നദീം ആബൂട്ടി ഉദ്ഘാടനം ചെയ്തു. അതേപോലെ പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യപാനം, ഇതൊക്കെയായിരുന്നു അല്ലേ. ഇന്ന് അതൊക്കെ മാറി. നമുക്ക് അറിയാത്ത കുറേ സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഒറ്റ തവണ ഉപയോഗിച്ചാൽ നമ്മുടെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള ലഹരി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ ഈ ഒരു ഓഡിയൻസിന്റെ അടുത്താണ് അത് പറയുന്നത്. നമ്മൾ മിക്കപ്പോഴും ക്ലാസ്സിൽ പോകുന്നത് വലിയ മുതിർന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്കൊക്കെയാണ്. ഈ 14-15 വയസ്സൊക്കെയുള്ള സമയത്ത് നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും മുൻഭാഗം, നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, സ്കൂളിന്റെ തലച്ചോറിന്റെ ഫ്രണ്ട് ഭാഗത്തിന് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. ആ ഭാഗം നമുക്ക് വളർച്ചയുള്ള സമയത്ത് എല്ലാത്തിനെയും ടേസ്റ്റ് ചെയ്യാനുള്ള, എല്ലാത്തിനെയും പരീക്ഷിക്കാനുള്ള ഒരു ത്വരയുണ്ടാക്കുന്ന സമയം. ആ സമയത്ത് നിങ്ങളുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ KP നിസാർ ഡോക്ടർ നദീം ആബൂട്ടിയെ ആദരിച്ചു. PTA പ്രസിഡന്റ് തഫ്ലി മാണിയാട്ട്, നസീർ നെല്ലൂർ, VK അബ്ദുൽ ബഷീർ, കുഞ്ഞുമൊയ്ത് മാസ്റ്റർ, റാഹില ടീച്ചർ, റംഷീദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഹോട്ടൽ കടലോരം വെജ് ആൻഡ് നോൺ വെജ് ഫാമിലി റെസ്റ്റോറന്റ് തലശ്ശേരി പുതിയ സ്റ്റാൻഡിൽ പ്രവർത്തനം തുടങ്ങി. മിഖ മിഥുൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ടാക്സി സ്റ്റാൻഡിന് സമീപത്തുള്ള ബസ് ഷെൽട്ടറിന് പിറകുവശത്തായാണ് കടലോരം പ്രവർത്തനം തുടങ്ങിയത്. മിഖ മിഥുൻ ഭദ്രദീപം കൊളുത്തി ഹോട്ടൽ കടലോരം വെജ് ആൻഡ് നോൺ വെജ് ഫാമിലി റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാടൻ രുചികളുടെ വൈവിധ്യമാണ് റെസ്റ്റോറന്റിൽ ഭക്ഷണപ്രിയർക്കായി ഒരുക്കിയിരിക്കുന്നത്. വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പുതു രുചികളിൽ ഇവിടെ ലഭ്യമാകും. ലഘുകടികൾ, ഹോംലി മീൽസ്, ബിരിയാണി തുടങ്ങി തലശ്ശേരിയുടെ തനതു രുചികളും കടലോരം ഫാമിലി റെസ്റ്റോറന്റിൽ ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കൂത്തുപറമ്പ് വെടിവയ്പ് സംഭവത്തിൽ മുഖ്യ ഉത്തരവാദികൾ അന്നത്തെ DYSP ഹക്കീം ബത്തേരിയും ഡെപ്യൂട്ടി കളക്ടർ TT ആന്റണിയുമാണെന്ന് CPM സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. പുതിയ DGPയും സംഭവകാലത്തെ ASPയുമായ റവാഡ ചന്ദ്രശേഖരന് യാതൊരു പങ്കുമില്ലെന്നും MV ജയരാജൻ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം സർക്കാരും ആരോഗ്യവകുപ്പും തികഞ്ഞ പരാജയമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കെട്ടിടം പൊളിഞ്ഞതിൽ മന്ത്രിമാരുടെ ന്യായീകരണം വിലപ്പോവില്ലെന്നും സണ്ണി ജോസഫ്. കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാധ്യമപ്രവർത്തകർ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്ന് മാഹി MLA രമേശ് പറമ്പത്ത്. ഒരു വാർത്ത നൽകിയാൽ പിറകെ മറുപക്ഷത്തിന്റെ നിലപാടും നൽകാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാവണമെന്നും രമേശ് പറമ്പത്ത് MLA. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.